ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വെഡിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കത്രിക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ചൂട് ചോറിനും ചപ്പാത്തിക്കും ദോശയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കണ്ടേ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഇതാ 2 കത്തിരിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നെടുകെ ഒന്ന് പിളർന്ന് കൊടുക്കാം. ചെറുതാണെങ്കിൽ പിളർക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ കത്തിരിക്ക ആയതുകൊണ്ടാണ് ഞാനിത് 2ആയിട്ട് പിളർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കത്തിരിക്ക 2 ഞാൻ പിളർന്ന് വെച്ചു. ഇതുപോലെ നെടുകെ തന്നെ പിളർന്ന് എടുക്കണം. അപ്പോൾ ഇതാ 2 കത്തിരിക്കയും പിളർന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നെടുപ്പ് ഭാഗം കട്ട് ചെയ്യാത്ത വിധത്തിൽ ഇതുപോലൊന്ന് താഴ്ഭാഗം വരെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക നീളത്തിന്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെടുപ്പ് ഭാഗം വിട്ടു പോകരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഒരുപോലെ കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ്. ഇത് നമ്മുടെ കറിയിൽ അവിടെ എവിടെയായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 30 ചെറിയുള്ളിയോളം ഞാൻ തൊലിച്ച് ഒന്ന് കഴുകി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്തെടുത്തതാണ്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 1/2 ചേർക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ എല്ലാം പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം. കത്തിരിക്കയെന്നും വഴുതനങ്ങ എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. വഴുതനങ്ങ എടുക്കാം, അല്ലെങ്കിൽ കത്തിരിക്ക എടുക്കാം. രണ്ടിനും ഒരേപോലത്തെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത കത്തിരിക്ക ഞാൻ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് ചെറിയ തീയിലിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. കത്തിരിക്കയൊക്കെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കത്തിരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കത്തിരിക്ക നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ പതുക്കെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതുപോലെ കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ എരിവൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് വരാനാണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് അടച്ച് വയ്ക്കുകയാണേ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുളിവെള്ളം ഒരു 1/4 ഗ്ലാസ് കാണും. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
ഇതുപോലൊന്ന് ആ പാനോട് കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ ഇത്തിരി കൂടി നല്ലതാണ്. കാരണം നമ്മളിത് സ്പൂണിട്ട് കൂടെ നമ്മൾ ഇളക്കുമ്പോൾ ഇത് ഉടയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉടഞ്ഞു പോകരുത് കേട്ടോ, നല്ല മുഴുവനായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ ദാ നമ്മുടെ കത്തിരിക്ക നല്ല ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തിരിക്കയിൽ നമ്മുടെ ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ചൂട് ചോറിനോടൊപ്പവും ചപ്പാത്തി, ദോശ എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചെറിയ സൈസിലുള്ള കത്തിരിക്കയോ വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യാതെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മുഴുവനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മൊത്തത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്നൊക്കെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ കറി റെഡിയാവാൻ. അപ്പോൾ ഒന്ന് കോരി കാണിച്ചു തരാവേ. അപ്പോൾ നോക്കിയേ, കണ്ടില്ലേ, കത്തിരിക്ക ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.